അല്ലേ ജലോത്സവമൊക്കെ ഏറെ സ്നേഹത്തോടെ കാട്ടാളൻ എന്നൊക്കെ വിളിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട രാജീവേട്ടൻ അതിന്റെ അമരത്ത് നിന്ന് കയ്യാളിക്കൊണ്ട് കടന്നു വരുമ്പോൾ എന്തായാലും ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്ന ഗരുഡൻ അതിന്റെ അണിയത്ത് മധ്യ കേരളത്തിന്റെ അണിയത്തെ വിസ്മയം എന്ന് ഏവരും അതാ മത്സരമാക്കി സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ആരംഭിച്ചപ്പോൾ 2025 ആർപ്പൂക്കര ജലോത്സവത്തിന്റെ അവസാന നിമിഷത്തിലേക്ക് കടക്കുമ്പോൾ എത്ര ശക്തമായിട്ടുള്ള മത്സരം. ആ തുഴച്ചിലൊന്ന് കണ്ടില്ലേ, ആ പങ്കായത്തിന്റെ പെരുക്കത്താളം ഒന്ന് കണ്ടില്ലേ, മണിയാമ്പറമ്പ് കായലിന്റെ അടിത്തട്ടിലേക്ക് ആ പങ്കായങ്ങളും തുഴകളും ഇളക്കി മറിച്ചുകൊണ്ട് സർവശക്തിയും തുഴകളിലേക്ക് ആവാഹിച്ചുകൊണ്ട് കൈക്കരുത്തും മെയ്ക്കരുത്തും തുഴകളിലേക്ക് ഇറക്കി വിട്ടുകൊണ്ട് ഒരൊറ്റ ലക്ഷ്യത്തോടെ ഒരൊറ്റ ശ്വാസത്തിൽ വിജയം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒന്നാം ട്രാക്കിലൂടെ ഗരുഡൻ ഒന്നാം ട്രാക്കിലൂടെ താടിയൻ, രണ്ടാം ട്രാക്കിലൂടെ ഗരുഡൻ. എന്തൊരു മത്സരം, എന്തൊരു ആവേശം എന്റെ പ്രിയപ്പെട്ടവരെ. ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുന്ന താടിയൻ ലിബിൻ ചാലാശ്ശേരിയുടെ ക്യാപ്റ്റൻസിൽ 900 ബോയ്സ് അതിന്റെ ടീമായി നിൽക്കുമ്പോൾ രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരുന്ന പ്രിയപ്പെട്ട മിനി ബോട്ട് ക്ലബ് കരിപ്പൂത്തട്ടിന്റെ ഗരുഡൻ അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റൻ ശ്രീ KR രതീഷും അതിന്റെ വൈസ് ക്യാപ്റ്റൻ സുബിൻ ബാബുവും അതിന്റെ ക്യാപ്റ്റനായി ഡോക്ടർ ജ്യോതികുമാർ നിൽക്കുമ്പോൾ ആ ക്ലബിന് മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് ബിബിൻ മണവത്തുണ്ട്, അതേപോലെ അതിന്റെ സെക്രട്ടറി സുബിൻ ബാബു ഒക്കെ ചേർന്നുകൊണ്ട് ഇന്നത്തെ ഈ ജലോത്സവത്തിൽ വിജയം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് എന്തൊരു മത്സരമാണ് എന്റെ ഒരു പ്രിയപ്പെട്ടവരെ. ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് പേരടിച്ചുകൊണ്ട് മധ്യ കേരളത്തിന്റെ ജലോത്സവത്തിന്റെ വീറും വാശിയും ഇന്ന് ഈ ആർപ്പൂക്കര ജലോത്സവ പ്രേമികളുടെ നേർക്കാഴ്ചയിലേക്ക് സമ്മാനിച്ചുകൊണ്ട് ഗരുഡൻ താടിയൻ ആര് വിജയിക്കും? ഒരൽപ്പം മുമ്പ് ഗരുഡനാണോ? ഇല്ല, ഒപ്പമുണ്ട് താടിയൻ. വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ തോൽക്കാൻ മനസ്സില്ലാത്ത രണ്ട് കളിവള്ളങ്ങൾ ഗരുഡനും താടിയനും. വെള്ളപ്പങ്കായത്തിൽ വിസ്മയം തീർക്കുന്ന ഗരുഡൻ, തുഴക്കരുത്തിൽ വിജയം കൈപ്പിടിയിൽ ഒതുക്കുന്ന താടിയൻ. ആര് വിജയിക്കും, ആര് പരാജയപ്പെടും? ഇഞ്ചോടിഞ്ച് പോരടിച്ചുകൊണ്ട് ഒരൽപ്പം മുൻപിലേക്ക് താടിയനാണ്. ജലരാജാവ് എന്ന പേര് അന്വർത്ഥമാക്കിക്കൊണ്ട് താടിയൻ ഒരൽപ്പം മുൻപിലേക്ക് കടക്കുന്നുണ്ടോ? ഇല്ല, പറന്നൂരേൽ തയ്യാറായിക്കൊണ്ട് ഗരുഡനുണ്ട്. എത്ര ശക്തമായ മത്സരം. ഒരൽപ്പം മുൻപിലേക്ക് ഗരുഡനാണ്. ആവേശത്തോടെ ഇഞ്ചോടിഞ്ച്. എന്തൊരാവേശം, എന്തൊരു മത്സരം. എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്നാർപ്പ് വിളിച്ചുകൊണ്ട് ഒന്ന് കൈയടിച്ചുകൊണ്ട് എന്റെ ഗരുഡ നീ കടന്നു വാടാ, എന്റെ താടിയ നീ പറന്നു വാടാ. എത്ര മത്സരം, എത്ര ശക്തമായ മത്സരം. താടിയൻ ഗരുഡൻ, എന്തൊരാവേശം, എന്തൊരു മത്സരം. ഒരിഞ്ചിന് മുമ്പിൽ ഗരുഡനാണ്. ഇല്ല, താടിയനുണ്ട്. ഫോട്ടോ ഫിനിഷിംഗിലേക്ക് കടക്കുന്ന മനോഹരമായിട്ടുള്ള മത്സരത്തിൽ ഗരുഡൻ താടിയൻ അമ്പമ്പോ. എന്തൊരു മത്സരം, എന്തൊരാവേശം. താടിയൻ ഗരുഡൻ, താടിയൻ ഗരുഡൻ, താടിയൻ. ആവേശത്തോടെ തുഴകൾ എറിഞ്ഞുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് ജലോത്സവ പ്രേമികളുടെ നെഞ്ചിലേക്ക് ചാടിക്കയറിക്കൊണ്ട് ആ ആവേശം വാനോളം ഉയർത്തിക്കൊണ്ട് താടിയനും ഗരുഡനും എത്ര ശക്തമായി തുഴകൾ എറിഞ്ഞുകൊണ്ടാണ് അല്ലെ. ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് എന്ന് പറയുന്നത് ഇതാണ് മത്സരം, ഇതായിരിക്കണം മത്സരം. കേരളത്തിന്റെ യശസ് വാനോളം ഉയർത്തിക്കൊണ്ട് താടിയനും ഗരുഡനും കൈമൈ മറന്ന് പോരാടി. തുടർന്നുള്ള ദൃക്സാക്ഷി വിനോദത്തിലേക്ക് പ്രിയപ്പെട്ട ബിനോയ് സാറിലേക്ക്. പ്രിയമുള്ളവരെ, താടിയനും ഗരുഡനും ഏറ്റുമുട്ടി. എന്തായാലും മത്സരഫലം വിധികർത്താക്കൾ ഇവിടെ വേദിയിൽ അറിയിക്കും. കാത്തിരിക്കുന്നത് താടിയൻ വിജയിച്ചോ അതോ ഗരുഡൻ വിജയിച്ചോ? 1-1. ഇത്തവണ താടിയനായെങ്കിൽ 2-1, ഗരുഡനെങ്കിൽ 2-1. അങ്ങനെ 2025 താടിയൻ 2023 18 15 നേടിയവനാണ്. 2022 8 വിജയിച്ചവനാണ്. 8 മത്സരങ്ങൾ. കഴിഞ്ഞ വർഷം 6 മത്സരങ്ങൾ വിജയിച്ചു. നമ്മുടെ താടിയന്റെ കുടുംബം ഹൗസ് ഓഫ് താണിയത്താണ് ഈ വള്ളം മേടിച്ചതെങ്കിൽ അദ്ദേഹത്തിന്റെ 6 മക്കൾ ശ്രീ ജോസി താണിയത്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ഈ കമന്റേറ്റർമാരുടെ കുടുംബ സുഹൃത്താണ്. ആലപ്പുഴയുടെ പ്രിയ സുഹൃത്തായ ജോസി താണിയത്ത് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ ഗരുഡൻ താന്തോണിത്തുരുത്ത് ബോട്ട് ക്ലബിനെ KR രതീഷിനെ അഭിനന്ദിക്കുന്നു. ഓവർ ടു റജി തറവാട്ടിൽ.